മുഖംമൂടി ധരിച്ച ഒരാൾ, 80 വയസ്സുള്ള സ്ത്രീ, ഇവർ രണ്ടുപേരും കർണാടകയെ മുൾമുനയിൽ നിർത്തിയത് ദിവസങ്ങളോളം. മുഖംമൂടി ധരിപ്പിച്ച് പോലീസ് തെളിവെടുപ്പിനെത്തിച്ചത് ധർമ്മസ്ഥല ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളി CN ചിന്നയ്യയെ. ധർമ്മസ്ഥലയിലെ ക്ഷേത്രത്തിലെത്തിയ മകളെ കാണാനില്ലെന്ന പരാതിയുമായി രംഗത്തെത്തി കോളിളക്കം സൃഷ്ടിച്ചത് സുജാത ഭട്ടെന്ന വയോധിക. ധർമ്മസ്ഥലയിൽ കൊലപാതക പരമ്പരകൾ നടന്നെന്നായിരുന്നു ചിന്നയ്യയുടെ വെളിപ്പെടുത്തൽ. ധർമ്മസ്ഥലയിൽ മഞ്ജുനാഥ ക്ഷേത്രം അധികാരികളുടെ ഭീഷണിക്കു വഴങ്ങി 100-ലേറെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന് വെളിപ്പെടുത്തൽ രാജ്യത്തെ ഞെട്ടിച്ചു. പിന്നാലെ സുജാത ഭട്ടും മകളെ കാണാനില്ലെന്ന ആരോപണവുമായി എത്തി. നീണ്ട നാളത്തെ അന്വേഷണത്തിനൊടുവിൽ ഇരുവരുടെയും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. വിവാദങ്ങൾക്ക് ഒരു പരിധിവരെ അവസാനമായി. ചിന്നയ്യയുടെ വാദങ്ങൾ പൊളിച്ചത് മൊഴിയിലെ വൈരുദ്ധ്യവും ഹാജരാക്കിയ തെളിവുകളുമാണ്. ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടേതെന്ന പേരിൽ ചിന്നയ്യ ഒരു തലയോട്ടി പോലീസിനു മുന്നിൽ ഹാജരാക്കിയിരുന്നു. ഇത് പുരുഷന്റെ തലയോട്ടിയാണെന്ന് ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമായത് വഴിത്തിരിവായി. അന്വേഷണ സംഘത്തിന് സംശയം തോന്നി. മൃതദേഹങ്ങൾ കുഴിച്ചിട്ടതായി ചിന്നയ്യ ചൂണ്ടിക്കാട്ടിയ സ്ഥലങ്ങൾ കുഴിച്ചു പരിശോധിക്കുന്നതിനൊപ്പം ഇയാളുടെ താമസസ്ഥലത്ത് പോലീസ് അന്വേഷണം നടത്തി. പ്രശസ്തിക്കായാണ് ചിന്നയ്യ ആരോപണം ഉന്നയിച്ചതെന്നാണ് ഭാര്യ പോലീസിനോട് പറഞ്ഞത്. മാനസിക പ്രശ്നങ്ങളുണ്ടെന്നും ഭാര്യ പറഞ്ഞു. ചോദ്യം ചെയ്യലിനിടെ തലയോട്ടി മറ്റൊരിടത്തുനിന്ന് സംഘടിപ്പിച്ചതാണെന്ന് ഇയാൾ തുറന്നു പറഞ്ഞു. മനുഷ്യാവശിഷ്ടങ്ങളുടെ ഫോറൻസിക് പരിശോധനാ ഫലങ്ങളും ചിന്നയ്യയുടെ വാദങ്ങൾക്ക് എതിരായിരുന്നു. ഇതോടെ ഇയാളെ അറസ്റ്റ് ചെയ്തു. വിശദമായ ചോദ്യം ചെയ്യൽ നടക്കുന്നു. പ്രശസ്തിക്കായാണ് ചിന്നയ്യ ആരോപണം ഉന്നയിച്ചതെന്നാണ് ഭാര്യ പോലീസിനോട് പറഞ്ഞത്. മാനസിക പ്രശ്നങ്ങളുണ്ടെന്നും ഭാര്യ പറഞ്ഞു. ചോദ്യം ചെയ്യലിനിടെ തലയോട്ടി മറ്റൊരിടത്തുനിന്ന് സംഘടിപ്പിച്ചതാണെന്ന് ഇയാൾ തുറന്നു പറഞ്ഞു. മനുഷ്യാവശിഷ്ടങ്ങളുടെ ഫോറൻസിക് പരിശോധനാ ഫലങ്ങളും ചിന്നയ്യയുടെ വാദങ്ങൾക്ക് എതിരായിരുന്നു. ഇതോടെ ഇയാളെ അറസ്റ്റ് ചെയ്തു. വിശദമായ ചോദ്യം ചെയ്യൽ നടക്കുന്നു. വിവാദ വെളിപ്പെടുത്തൽ നടത്തിയ ശേഷം അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ച ചിന്നയ്യ തലയോട്ടിയും അസ്ഥിഭാഗങ്ങളും തെളിവായി ഹാജരാക്കിയിരുന്നു. ഈ തലയോട്ടി കുഴിച്ചെടുത്തതുമായി ബന്ധപ്പെട്ടും പൊരുത്തക്കേടുകൾ കണ്ടെത്തിയെന്ന് SIT വ്യക്തമാക്കി. 1998, 2014 മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന ചിന്നയ്യയുടെ വെളിപ്പെടുത്തലിൽ ജൂലൈ 3-നാണ് കോടതി നിർദ്ദേശപ്രകാരം അന്വേഷണം ആരംഭിച്ചത്. ജൂലൈ 19-ന് SITക്ക് കൈമാറി. 17 സ്ഥലങ്ങളിൽ കുഴിച്ചു പരിശോധിച്ചതിൽ 2-ഇടത്തുനിന്നാണ് അസ്ഥിഭാഗങ്ങൾ കിട്ടിയത്. ഇതിന്റെ ഫോറൻസിക് റിപ്പോർട്ടും തുടരന്വേഷണത്തിൽ നിർണായകമാകും. ആരോപണങ്ങൾ തെറ്റായിരുന്നുവെന്ന് സുജാത ഭട്ട് തുറന്നു പറഞ്ഞു. 2003-ൽ മകളെ ധർമ്മസ്ഥലയിൽ കാണാനായെന്ന് ആരോപിച്ചത് കള്ളമാണെന്നും ചിലരുടെ ഭീഷണിക്കു വഴങ്ങിയാണ് അത് ചെയ്തതെന്നും സുജാത ഭട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. അങ്ങനെയൊരു മകളെയില്ലെന്നും ധർമ്മസ്ഥലയോടും ജനങ്ങളോടും ക്ഷമ ചോദിക്കുന്നുവെന്നും ഇവർ യൂട്യൂബ് ചാനലിൽ പറഞ്ഞതോടെ കേസ് നാടകീയ വഴിത്തിരിവിലായി. മകളെ അനന്യ ഭട്ടിനെ കാണാനായെന്ന പോലീസിൽ പരാതി നൽകിയ സുജാതയോട് രേഖകളുമായി SIT ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടതോടെയാണ് മലക്കം മറിച്ചിൽ. സുജാത പറഞ്ഞതിങ്ങനെ: മകളെ കാണാനായെന്ന പരാതി കെട്ടിച്ചമയ്ക്കാൻ സ്വത്തുപ്രശ്നം കാരണം ചിലർ സമ്മർദ്ദം ചെലുത്തുകയായിരുന്നു. അനന്യ എന്ന മകളുണ്ടെന്നും മാംഗ്ലൂരിലും മണിപ്പാലിലും മെഡിക്കൽ വിദ്യാർത്ഥിനിയായിരുന്നുവെന്ന് പറഞ്ഞത് നുണയാണ്. സുജാത ഭട്ടിന്റെ വീടിന് സുരക്ഷ ശക്തമാക്കാനും അന്വേഷണം ഊർജിതമാക്കാനും കർണാടക ആഭ്യന്തരമന്ത്രി നിർദ്ദേശം നൽകി. രാഹുൽ മാങ്കുട്ടത്തിൽ MLA പദവി രാജിവെക്കണമെന്ന നിലപാടുമായി കൂടുതൽ നേതാക്കൾ. രാഹുൽ രാജിവെക്കണമെന്ന് രമേശ് ചെന്നിത്തല നേതൃത്വത്തെ അറിയിച്ചു. ഇനിയും വെളിപ്പെടുത്തലുകൾക്ക് സാധ്യതയുള്ളതിനാൽ രാഹുൽ പദവിയിൽ തുടരുന്നത് പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്ന് രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, AICC ജനറൽ സെക്രട്ടറി ദീപാ ദാസ് മുൻഷി എന്നിവരുമായുള്ള ചർച്ചയിലാണ് അദ്ദേഹം നിലപാടറിയിച്ചത്. കോൺഗ്രസ് നിയമസഭാ കക്ഷിയുടെ ഭാഗമായി രാഹുൽ തുടയുന്നതിനോട് ശക്തമായ വിയോജിപ്പുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കേന്ദ്ര സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചു. കുറ്റാരോപിതരെ സംരക്ഷിക്കില്ലെന്നും പാർട്ടി നിലപാട് വൈകില്ലെന്നും K മുരളീധരൻ പറഞ്ഞു. രാജി സംബന്ധിച്ച കോൺഗ്രസാണ് തീരുമാനമെടുക്കേണ്ടതെന്ന് സ്പീക്കർ AN ഷംസീർ പറഞ്ഞു. ലൈംഗിക ചൂഷണ പരാതികളുടെ പരമ്പര നേരിടുന്ന രാഹുൽ മാങ്കുട്ടത്തിൽ നിയമസഭാംഗത്വം ഒഴിയാൻ കോൺഗ്രസിൽ വൻ സമ്മർദ്ദമുണ്ട്. എഴുതി നൽകിയ പരാതിയില്ലെങ്കിലും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാഹുൽ രാജിവെച്ചതായി K മുരളീധരൻ പറഞ്ഞു. തുടർ നടപടി വേണ്ട എന്നാണ് പാർട്ടി തീരുമാനിച്ചത്. എന്നാൽ കഴിഞ്ഞ ദിവസം വന്ന ശബ്ദരേഖ പ്രശ്നത്തിന്റെ ഗൗരവം വർദ്ധിപ്പിച്ചു.
അതിന്റെ ആധികാരികത പരിശോധിക്കണം. വസ്തുനിഷ്ഠമായി പഠിച്ച് ഉചിതമായ തീരുമാനം പാർട്ടി എടുക്കും. കുറ്റാരോപിതരെ സംരക്ഷിക്കില്ലെന്നും ആരോപണങ്ങൾ പാർട്ടി ഗൗരവത്തോടെ കാണുന്നുവെന്നും ചോദ്യത്തിനു മറുപടിയായി അദ്ദേഹം പറഞ്ഞു. ചില അസുഖങ്ങളുണ്ടെങ്കിൽ എങ്ങനെ മനസ്സിലാക്കും? രോഗം പുറത്തു വരുമ്പോഴേയല്ലേ മനസ്സിലാകൂ. നല്ലൊരു ചെറുപ്പക്കാരനായി കണ്ടാണ് പാർട്ടി രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കിയത്. അന്നത്തെ സാഹചര്യത്തിൽ തീരുമാനം ശരിയായിരുന്നുവെന്നും കെ മുരളീധരൻ പറഞ്ഞു. ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾ പോലും ഇത്തരമൊരു വിവാദം പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷിക്കാത്ത സംഭവമുണ്ടാകുമ്പോൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് കൈകാര്യം ചെയ്യേണ്ടിവരും. പാർലമെന്ററി രംഗത്ത് കൂടുതൽ ചെറുപ്പക്കാർ കടന്നുവരണമെന്നായിരുന്നു പാർട്ടി തീരുമാനം. അതിന്റെ ഭാഗമായാണ് രാഹുലിനെ മത്സരിപ്പിച്ചതെന്നും കെ മുരളീധരൻ പറഞ്ഞു. കൊടുങ്ങല്ലൂർ: എന്റെ വളർത്തുനായുടെ മുന്നിലേക്ക് നിങ്ങൾ പൂച്ചയെ കൊണ്ടുവരരുത്. അയൽവാസിയോട് ഇക്കാര്യം പറഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ. ഉടൻ കത്തിയെടുത്ത് കുത്തി. എടവിലാങ്ങ് കാരയിലാണ് സംഭവം. സംഭവവുമായി ബന്ധപ്പെട്ട് എടവിലാങ്ങ് കാര സ്വദേശി നീലംകാവിൽ വീട്ടിൽ സെബാസ്റ്റ്യനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഓഗസ്റ്റ് 21 വൈകിട്ട് 6 മണിക്കായിരുന്നു അക്രമം. കാര സ്വദേശി തൊടാത്ര വീട്ടിൽ ജിബിന്റെ വീട്ടിൽ വളർത്തുനായുണ്ട്. പ്രതി സെബാസ്റ്റ്യൻ പൂച്ചയെയും വളർത്തുന്നു. ജിബിന്റെ വളർത്തുനായുടെ മുൻപിലൂടെ സെബാസ്റ്റ്യൻ പൂച്ചയെ കൊണ്ടുപോയപ്പോൾ നായ പൂച്ചയുടെ നേരെ കുരച്ചു ചാടി. ഇതോടെ സെബാസ്റ്റ്യനോട് പൂച്ചയെ കൊണ്ടുവരല്ലെന്ന് ജിബിൻ പറയുകയുമായിരുന്നു. ഇതാണ് കത്തിക്കുത്തിൽ കലാശിച്ചത്. ജിബിൻ ആശുപത്രിയിൽ ചികിത്സ തേടി. ജിബിന്റെ തലയിൽ ഉൾപ്പെടെ 3 തുന്നുകെട്ടുണ്ട്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. ഇൻസ്പെക്ടർ BK അരുൺ, SI സാലിം, SI KG സജിൽ, CPOമാർ വിഷ്ണു, ഗോപേഷ്, വിനീഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. ഭുവനേശ്വർ: ഒഡീഷയിൽ സ്കൂളിൽ ജനാലയഴികൾക്കിടയിൽ തലകുടുങ്ങിയ നിലയിൽ രാത്രി മുഴുവൻ കഴിയേണ്ടി വന്ന 8 വയസ്സുകാരിയെ നാട്ടുകാർ രക്ഷിച്ചു. സംഭവത്തിൽ സ്കൂൾ ഹെഡ് മാസ്റ്ററെ സസ്പെൻഡ് ചെയ്തു. കെഞ്ചൂഘർ ജില്ലയിലെ സർക്കാർ UP സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിനി ബെഞ്ചിൽ കിടന്നുറങ്ങിപ്പോവുകയായിരുന്നു. ഇതറിയാതെ ക്ലാസ് മുറി പുറത്തുനിന്ന് പൂട്ടിപ്പോയി. വിദ്യാർത്ഥി തിരിച്ചെത്താതെ വന്നതോടെ കുടുംബാംഗങ്ങൾ പലയിടത്തും തിരഞ്ഞെങ്കിലും കണ്ടെത്തിയില്ല. രാവിലെ നാട്ടുകാർ സ്കൂളിൽ പരിശോധന നടത്തിയപ്പോഴാണ് ജനാലയഴികൾക്കിടയിൽ തല കുടുങ്ങി നിലവിളിക്കുന്ന കുട്ടിയെ കണ്ടത്. ജനാല വഴി പുറത്തു കിടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് കുടുങ്ങിയത്. സംഭവ ദിവസം വൈകിട്ട് ചില വിദ്യാർത്ഥികളാണ് സ്കൂൾ പൂട്ടിപ്പോയതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. ഇതിനെ തുടർന്നാണ് ഹെഡ് മാസ്റ്റർക്കെതിരെ നടപടിയുണ്ടായത്. അഴികൾക്കിടയിൽ കുടുങ്ങിയ കുട്ടിയുടെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചു. മരണത്തിനിടയാക്കിയ കല്ലുവാത്തുക്കൽ മദ്യദുരന്ത കേസിൽ ശിക്ഷയനുഭവിച്ച ശേഷം ജയിൽ മോചിതനായ മണിച്ചന്റെ കോടികളുടെ നികുതി കുടിശ്ശിക എഴുതിത്തള്ളാനാകുമ്പോ എന്നാണ് സർക്കാർ പരിശോധിക്കുന്നത്. 2024 ജനുവരിയിൽ സർക്കാർ നിയമസഭയിൽ അറിയിച്ചതനുസരിച്ച് 28.88 കോടി രൂപയാണ് നികുതിയും പലിശയും അടക്കം മണിച്ചൻ അടക്കേണ്ടിയിരുന്നത്. കുടിശ്ശിക ഇളവ് ചെയ്യണമെന്ന അപേക്ഷ ലഭിച്ചിട്ടില്ലെന്നാണ് അന്ന് സർക്കാർ നിയമസഭയിൽ അറിയിച്ചത്. എന്നാൽ 2023 ഡിസംബറിൽ അപേക്ഷ ലഭിച്ചെന്നും നിയമസഭയിൽ ചോദ്യമുയർന്നതോടെ മാറ്റിവെച്ച അപേക്ഷ സർക്കാർ വീണ്ടും പരിശോധനയ്ക്കെടുത്തുവെന്നതിന്റെ തെളിവ് മനോരമയ്ക്ക് ലഭിച്ചു. അബ്കാരി കുടിശ്ശിക തീർക്കാൻ സർക്കാർ ആംനസ്റ്റി സ്കീം ആരംഭിച്ചതിന് ശേഷമാണ് അപേക്ഷിച്ചതെങ്കിലും സ്കീമിൽ ഉൾപ്പെടുത്താതെ അപേക്ഷ നികുതി വകുപ്പ് പ്രത്യേകം പരിശോധിക്കുകയായിരുന്നു. മണിച്ചൻ ജയിൽ ശിക്ഷ അനുഭവിക്കുമ്പോൾ നികുതി കുടിശ്ശിക ഈടാക്കാൻ 2001-2006 UDF സർക്കാർ നടപടി തുടങ്ങിയിരുന്നു. 43 സെന്റ് ഭൂമി ലേലത്തിന് വെച്ചെങ്കിലും ആരും ഏറ്റെടുക്കാത്തതിനാൽ സർക്കാർ ലാൻഡ് ബാങ്കിൽ ഉൾപ്പെടുത്തി. ഈ വസ്തു ഭൂരഹിതർക്ക് പതിച്ചു നൽകുന്നതിനെതിരെ മണിച്ചൻ ഹൈക്കോടതിയിലെത്തിയതോടെ തുടർ നടപടികൾ മരവിച്ചു. 22 വർഷത്തെ ജയിൽവാസത്തിനു ശേഷം 2022 ഒക്ടോബറിൽ സർക്കാരിന്റെ ശുപാർശപ്രകാരം മോചിതനായ മണിച്ചൻ ഇതിനുശേഷമാണ് നികുതി കുടിശ്ശിക ഇളവിനായി സർക്കാരിനെ സമീപിച്ചത്. നികുതി ഇളവ് ലഭിച്ചാൽ കുടിശ്ശികയുടെ പേരിൽ സർക്കാർ ഏറ്റെടുത്ത ഭൂമി നിയമപരമായി തിരികെ ആവശ്യപ്പെടാനാകും. 2023 ഫെബ്രുവരിയിൽ പ്രഖ്യാപിച്ച ആംനസ്റ്റി സ്കീം പ്രകാരം 1996 മുതൽ 2001 വരെയുള്ള കുടിശ്ശിക തീർക്കണമെങ്കിൽ മുതൽത്തുകയുടെ 90% അടയ്ക്കണമെന്നാണ് വ്യവസ്ഥ. ആ നിലയ്ക്ക് മണിച്ചൻ മുതൽത്തുകയായ 6.61 കോടിയുടെ 90% അടയ്ക്കണം. ഇതൊഴിവാക്കാനാണോ അപേക്ഷ ആംനസ്റ്റി സ്കീമിന് പുറത്തു പരിഗണിക്കുന്നതെന്ന് വ്യക്തമല്ല. 2000 ഒക്ടോബർ 21 കല്ലുവാത്തുക്കൽ വിഷമദ്യ ദുരന്തം. മണിച്ചൻ നൽകിയ ചാരായം കല്ലുവാത്തുക്കൽ സ്വദേശി ഹൈറുന്നീസ വഴി വിൽപ്പന നടത്തിയെന്നായിരുന്നു കേസ്. 26 പേർ ശിക്ഷിക്കപ്പെട്ടു. കോഴിക്കോട് നടുറോട്ടിൽ സ്ത്രീയെ ചവിട്ടി വീഴ്ത്തിയ ആൾക്കെതിരെ പോലീസ് കേസെടുത്തു. തിരുവമ്പാടി ബെവറി ഔട്ട്ലെറ്റിന് സമീപം ശനിയാഴ്ച വൈകിട്ട് 4 മണിക്കായിരുന്നു സംഭവം. തിരുവമ്പാടി സ്വദേശി ഷിഹാബുദ്ദീനാണ് അക്രമം നടത്തിയത്.
മദ്യലഹരിയിലായിരുന്ന ഇയാളെന്നാണ് വിവരം. നടന്നു പോകുകയായിരുന്ന 2 സ്ത്രീകളിൽ ഒരാളുമായി ഇയാൾ വാക്കുതർക്കത്തിലേർപ്പെടുന്നതായി പുറത്തുവന്ന CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. രാജി ആവശ്യം ശക്തമാകുന്നതിനിടെ രാഹുൽ മാങ്കുട്ടത്തിൽ MLA അടൂറിലെ നെല്ലിമൂടിലെ വീട്ടിൽ തുടരുന്നു. പാലക്കാട്ടെ നേതാക്കൾ രാഹുലുമായി ചർച്ച നടത്തി. രാഹുൽ ഉടനെ പാലക്കാട്ടേക്കില്ലെന്നാണ് ലഭിക്കുന്ന വിവരം. MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം നിരാകരിക്കാനും തന്റെ ഭാഗം വ്യക്തമാക്കാനും രാഹുൽ ഇന്നലെ വാർത്താസമ്മേളനം വിളിച്ചെങ്കിലും നേതാക്കൾ ഇടപെട്ടത് വിലക്കി. രാഹുലിന് തന്റെ വാദങ്ങൾ പറയാൻ അവസരം ലഭിച്ചില്ലെന്ന് അനുകൂലിക്കുന്നവർ പറയുന്നു. അടുപ്പമുള്ള കോൺഗ്രസ് നേതാക്കൾ രാഹുലിനെ കാണാൻ വീട്ടിലെത്തുന്നുണ്ട്. വൈകിട്ട് ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് ചില നേതാക്കൾ പറയുന്നു. നിയമസംവിധാനങ്ങൾക്കു മുന്നിൽ ഒരു പരാതി പോലും എത്താത്ത സാഹചര്യത്തിൽ തിരക്കിട്ട രാജിയുടെ ആവശ്യമില്ലെന്ന രാഹുലിന്റെ വാദത്തെ പിന്തുണയ്ക്കുന്നവർ പാർട്ടിയിലുണ്ട്. KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ അക്കാര്യം വരും ദിവസങ്ങളിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഓഗസ്റ്റ് 26-ന് തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും 27-ന് എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലുമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. സംസ്ഥാന സമ്മേളനം കഴിഞ്ഞു മടങ്ങിയ വാഹനങ്ങൾക്ക് ടോൾ ഈടാക്കിയതിന് തമിഴക വെട്രിക്കഴകം TVK പ്രവർത്തകർ ടോൾ പ്ലാസ ഉപരോധിച്ചു. 200-ലേറെ പാർട്ടി പ്രവർത്തകരാണ് ധർമ്മപുരി പാലാക്കോടിലെ ടോൾ പ്ലാസയും റോഡും ഉപരോധിച്ചത്. ഇതോടെ 1 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. പാർട്ടി പ്രവർത്തകരുടെ വാഹനങ്ങളിൽ നിന്ന് ഈടാക്കിയ ടോൾ തിരികെ നൽകാമെന്ന് ടോൾ പ്ലാസ അധികൃതർ സമ്മതിച്ചതോടെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. കർണാടകയിലെ കോൺഗ്രസ് MLA KC വീരേന്ദ്ര പപ്പിയുടെ അറസ്റ്റിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. സിക്കിമിൽ ഓൺലൈൻ ചൂതാട്ട കേന്ദ്രം ലീസിനെടുക്കാനെത്തിയപ്പോഴാണ് വീരേന്ദ്രയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തത്. അഴിമതി നിരോധന നിയമപ്രകാരമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. രാജ്യവ്യാപകമായി ED 2 ദിവസം നടത്തിയ റെയ്ഡിനൊടുവിലായിരുന്നു അറസ്റ്റ്. പ്രസവ ചികിത്സാ ഫീസ് തുടർച്ചയായി വർദ്ധിപ്പിച്ച് പ്രസവം വൈകിപ്പിച്ച് ആശുപത്രി അധികൃതർ കുഞ്ഞിനെ കൊന്നുവെന്നാരോപിച്ച് മൃതദേഹവുമായി പിതാവ് മജിസ്ട്രേറ്റ് ഓഫീസിൽ. ഉത്തർപ്രദേശിലെ ലഖീംപൂർ ഖേരി ജില്ലാ മജിസ്ട്രേറ്റിന്റെ ഓഫീസിലാണ് സംഭവമുണ്ടായത്. നവജാത ശിശുവിന്റെ മൃതശരീരം കവറിലിട്ടാണ് പിതാവ് പരാതിപ്പെടാനെത്തിയത്. ഫീസ് വർദ്ധിപ്പിച്ച് പ്രസവം വൈകിപ്പിച്ചതാണ് തന്റെ കുഞ്ഞിന്റെ മരണത്തിന് കാരണമെന്ന് ഓഫീസിലെത്തിയ പിതാവ് വിപിൻ ഗുപ്ത ആരോപിച്ചു. ബീഹാറിൽ 7ാം ദിവസം പിന്നിട്ട് രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്രയിൽ പങ്കെടുക്കാൻ ഇന്ത്യ സഖ്യ മുഖ്യമന്ത്രിമാരുടെയും നേതാക്കളുടെയും തീരുമാനം. രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്രയ്ക്ക് വൻ ജനപങ്കാളിത്തം ലഭിക്കുന്നുവെന്ന് പ്രതിപക്ഷ പാർട്ടികളുടെ വിലയിരുത്തലിലാണ് നേതാക്കൾ ഒന്നടങ്കം പങ്കെടുക്കാനുള്ള തീരുമാനം. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും യാത്രയുടെ ഭാഗമാകും. യാത്ര ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പ്രതിപക്ഷത്തെ ഏറെ മുന്നോട്ട് കൊണ്ടുപോയി എന്നാണ് വിലയിരുത്തൽ. അതേസമയം രാഹുലിന്റെ വോട്ടർ അധികാർ യാത്രയെ NDA സഖ്യത്തിന്റെ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തി പ്രതിരോധിക്കാനാണ് BJP ഒരുങ്ങുന്നത്. സാൽവ യുദ്ധം വിധയിലൂടെ നക്സലിസത്തെ താൻ സഹായിച്ചുവെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ആരോപണത്തിനെതിരെ പ്രതിപക്ഷത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയും സുപ്രീംകോടതി മുൻ ജഡ്ജിയുമായ B. സുദർശൻ റെഡ്ഡി പ്രതികരിച്ചു. വിധി എഴുതിയത് താനാണെങ്കിലും ആ വിധി തന്റേതല്ലെന്നും അത് സുപ്രീംകോടതിയുടെ വിധിയാണെന്നും റെഡ്ഡി പറഞ്ഞു. ആ വിഷയത്തിൽ ആഭ്യന്തരമന്ത്രിയുമായി നേരിട്ട് തർക്കത്തിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സാൽവ ജുദുമിനെക്കുറിച്ചുള്ള 40ഓളം പേജ് വരുന്ന വിധി അമിത്ഷാ വായിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം ഒരുപക്ഷെ അങ്ങനെ പറയില്ലായിരുന്നു എന്നും സുദർശൻ റെഡ്ഡി പറഞ്ഞു. ഗഗൻയാൻ ദൌത്യത്തിന്റെ ഇന്റഗ്രേറ്റഡ് എയർഡ്രോപ്പ് ടെസ്റ്റ് ഇന്ന്. ശ്രീഹരിക്കോട്ടയിൽ ISROയും ഇന്ത്യൻ വ്യോമസേനയും ചേർന്നാണ് ഇന്ന് പരീക്ഷണം നടത്തുന്നത്. ഗഗൻയാൻ യാത്രാപേടകത്തിന്റെ മാതൃക ഹെലികോപ്റ്റർ ഉപയോഗിച്ച് താഴേക്കിടുന്നതാണ് പരീക്ഷണം. പാരച്യൂട്ടുകളുടെ പ്രവർത്തനക്ഷമത വിലയിരുത്താനാണ് ഈ പരീക്ഷണം. 5 കിലോമീറ്റർ ഉയരത്തിൽ നിന്നായിരിക്കും പേടകം താഴേക്കിടുക. വ്യോമസേനയുടെ ചിനൂക്ക് ഹെലികോപ്റ്ററാണ് ദൌത്യത്തിന് ഉപയോഗിക്കുക. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുമേൽ 50% തീരുവ ഈടാക്കിയതിൽ നാഗ്പൂരിൽ വേറിട്ട പ്രതിഷേധം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീമാകരമായ കോലവുമായാണ് പ്രതിഷേധം നടത്തിയത്. വൻ ജരാഭിവാലിയാണ് പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. നിരവധി വിദേശ രാജ്യങ്ങളിൽ ഇറാൻ ആയുധ നിർമ്മാണശാലകളുണ്ടെന്ന് വെളിപ്പെടുത്തി ഇറാന്റെ പ്രതിരോധ മന്ത്രി അസീസ് നസീർസാദെ. എന്നാൽ ഇവ എവിടെയൊക്കെയാണെന്ന് ഇപ്പോൾ വെളിപ്പെടുത്തില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്രയേൽ ഇറാൻ വ്യോമ സംഘർഷം നടന്ന 2 മാസത്തിനിപ്പുറമാണ് ഇറാൻ പ്രതിരോധ മന്ത്രിയുടെ വെളിപ്പെടുത്തലെന്നത് ശ്രദ്ധേയമാണ്. തപാൽ വകുപ്പ് അമേരിക്കയിലേക്കുള്ള മിക്ക അന്താരാഷ്ട്ര തപാൽ സേവനങ്ങളും താൽക്കാലികമായി നിർത്തിവെച്ചു. ഓഗസ്റ്റ് 26 മുതൽ ഈ നിയന്ത്രണം നിലവിൽ വരുന്നതാണ്. US ഗവൺമെന്റ് കൊണ്ടുവന്നതും സാധനങ്ങളുടെ ഇന്റർനാഷണൽ ഷിപ്പിംഗിനെ ബാധിക്കുന്നതുമായ നിയന്ത്രണങ്ങളെ തുടർന്നാണ് തീരുമാനം. ഇന്ത്യയിൽ നിന്നും എണ്ണയോ ശുദ്ധീകരിച്ച ഉൽപ്പന്നങ്ങളോ വാങ്ങുന്നതിൽ ഏതെങ്കിലും രാജ്യങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ അത് തങ്ങളെ ബാധിക്കില്ല എന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ പറഞ്ഞു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യാപാരം ഉൾപ്പെടെയുള്ള വിദേശ നയങ്ങളെപ്പറ്റി പരസ്യ പ്രസ്താവനകൾ നടത്തുന്നത് ശരിയല്ലെന്നും ജയശങ്കർ അഭിപ്രായപ്പെട്ടു.
റഷ്യൻ തലസ്ഥാനമായ മോസ്കോയ്ക്ക് നേരെ ഡ്രോൺ ആക്രമണം. മുന്നറിയിപ്പിന്റെ ഭാഗമായി മോസ്കോ നഗരത്തിലുൾപ്പെടെയുള്ള വിമാനത്താവളങ്ങൾ താൽക്കാലികമായി അടച്ചിരിക്കുകയാണ്. 3 മണിക്കൂറിനിടെ റഷ്യൻ വ്യോമ പ്രതിരോധ യൂണിറ്റുകൾ 32 ഡ്രോണുകൾ നശിപ്പിച്ചതായി അധികൃതർ അറിയിച്ചു. എന്നാൽ ആരാണ് ഡ്രോൺ ആക്രമണത്തിന് പിന്നിലെന്ന് വ്യക്തമല്ല. യുഎസ് പ്രതിരോധ വകുപ്പിലെ ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസി മേധാവി ലഫ്റ്റനന്റ് ജനറൽ ജെഫ്രി ക്രൂസിനെ പുറത്താക്കി. ക്രൂസിനെ കൂടാതെ യുഎസ് നേവൽ റിസർച്ച് മേധാവി വൈസ് അഡ്മിറൽ നാൻസി ലാക്കൂറിനെ മിൽട്ടൺ സാൻസിനെയും പുറത്താക്കിയതിന്റെ കാരണം അറിയില്ലെന്നാണ് 3 ഉദ്യോഗസ്ഥരും വ്യക്തമാക്കിയത്. ട്രംപ് പ്രധാന സൈനിക വിജയമായ അവതരിപ്പിച്ച ഇറാൻ ആക്രമണം പൂർണ്ണ വിജയമല്ലെന്ന് ക്രൂസിന്റെ ഏജൻസിയായ DIA റിപ്പോർട്ട് നൽകിയിരുന്നു. ഈ റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് ചോർന്നു കിട്ടുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് 3 പേരെയും പുറത്താക്കിയത്. യുക്രൈൻ യുദ്ധത്തിന് 2 ആഴ്ചയ്ക്കുള്ളിൽ സമാധാനപരമായ പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ റഷ്യയ്ക്ക് ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്ന ഭീഷണി പുതുക്കി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഈ മാസം 15-ന് USലെ അലാസ്കയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുതിനുമായി കൂടിക്കാഴ്ച നടത്തിയതിൽ ട്രംപിന് നിരാശയാണെന്ന റിപ്പോർട്ടുകൾ. കേന്ദ്ര സർക്കാർ വായ്പകൾക്ക് തിരിച്ചടയ്ക്കേണ്ട പലിശ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 3 മടങ്ങായി മാറിയതായി റിപ്പോർട്ട്. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഏതാണ്ട് 7.26 ലക്ഷം കോടി രൂപയാണ് രാജ്യം പലിശ ഇനത്തിൽ മാത്രം തിരിച്ചടയ്ക്കേണ്ടതെന്ന് ധനമന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ വായ്പാ ചെലവുകൾ വർദ്ധിച്ചതിന്റെ സൂചനയാണിത്. കോവിഡ് കാലത്ത് ഉയർന്ന നിരക്കിൽ വായ്പ എടുത്തതും തിരിച്ചടിയായെന്ന് വിലയിരുത്തൽ. 2024-25 കണക്കുപ്രകാരം 185.94 ലക്ഷം കോടി രൂപയാണ് ഇന്ത്യയുടെ പൊതുകടം. നടപ്പു സാമ്പത്തിക വർഷത്തിൽ ഇത് 200 ലക്ഷം കോടി രൂപയാവുമെന്നാണ് കണക്ക്. നിക്ഷേപം തിരികെ നൽകാനായി വീണ്ടും ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നത് വർദ്ധിച്ചതായും കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നു. 2015-16 കാലഘട്ടത്തിൽ 71 ലക്ഷം കോടി രൂപയായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ കടം. GDPയുടെ 51.5%. നടപ്പു സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ പൊതുകടം 200 ലക്ഷം കോടി രൂപയാവുമെന്നാണ് ബജറ്റ് രേഖകൾ പറയുന്നത്. രാജ്യത്തിന്റെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ 56.1%. 2031-ലെത്തുമ്പോൾ രാജ്യത്തിന്റെ പൊതുകടം GDPയുടെ 50% കുറയ്ക്കാനാണ് കേന്ദ്രത്തിന്റെ ശ്രമം. വരും ദിവസങ്ങളിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഓഗസ്റ്റ് 26-ന് തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും 27-ന് എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലുമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. കായംകുളം കൃഷ്ണപുരത്ത് 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കായംകുളം സെന്റ് മേരി സ്കൂളിലെ വിദ്യാർത്ഥിനിയായ ആരാധ്യ 14-നെയാണ് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കാസർഗോഡ് ദേലമ്പാടിയിൽ യുവതിയെ ഭർത്താവ് മുത്തലാഖ് ചൊല്ലിയതായി പരാതി. യുവതിയുടെ പരാതിയിൽ കർണാടക ഈശ്വരമംഗല സ്വദേശി ഇബ്രാഹിം ബാദുഷാക്കെതിരെ ആദൂർ പോലീസ് കേസെടുത്തു. ഭർത്താവ് സ്ത്രീധനത്തിന്റെ പേരിലടക്കം നിരന്തരം മർദ്ദിക്കുന്നതായി യുവതി പറഞ്ഞു. മുത്തലാഖിനെതിരെ നിയമനടപടിയുമായി മുന്നോട്ടു പോകുമെന്നാണ് യുവതിയുടെ നിലപാട്. തോട്ടപ്പള്ളിയിലെ 62-കാരിയുടെ കൊലപാതകത്തിൽ കഴിഞ്ഞ ദിവസം പിടികൂടിയ ആൾ നിരപരാധിയെന്ന് പോലീസ് പറഞ്ഞു. സ്ത്രീയെ കൊലപ്പെടുത്തിയ ദമ്പതിമാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തൃക്കുന്നപ്പുഴ പതിയാങ്കര സ്വദേശികളായ സൈനുലാബിദ് എന്നിവരെയാണ് ശനിയാഴ്ച പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കേരളത്തിൽ ഭരണം പിടിക്കുമെന്ന അമിത്ഷായുടെ പ്രഖ്യാപനത്തെ കരുതിയിരിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അധികാരത്തിലെത്താൻ BJP എല്ലാ കുൽസിത മാർഗങ്ങളും സ്വീകരിക്കുമെന്നും അവർക്ക് ചെയ്യുന്ന ഓരോ വോട്ടും കേരളത്തനിമ നശിപ്പിക്കുമെന്നുമാണ് മുഖ്യമന്ത്രിയുടെ മുന്നറിയിപ്പ്. കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തിയ അമിത്ഷാ നടത്തിയ പ്രഖ്യാപനങ്ങൾക്കാണ് മുഖ്യമന്ത്രിയുടെ മറുപടി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 25% വോട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരവുമെന്നായിരുന്നു അമിത്ഷായുടെ പ്രഖ്യാപനം. ക്ഷേത്രങ്ങളും ക്ഷേത്ര പരിസരങ്ങളും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചാരണ പരിപാടികൾക്കായി ഉപയോഗിക്കുന്നില്ലെന്ന് ദേവസ്വം ബോർഡുകൾ ഉറപ്പുവരുത്തണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. തിരുവിതാംകൂർ, കൊച്ചിൻ, മലബാർ ദേവസ്വം ബോർഡുകൾക്കാണ് ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിന് ഫോൺ സംഭാഷണത്തിലൂടെ ഗർഭഛിദ്രം നടത്താൻ നിർബന്ധിക്കുന്നതിന്റെ കൂടുതൽ ഭാഗങ്ങൾ പുറത്തുവന്നു. ഗർഭചിത്രത്തെ എതിർത്ത് സംസാരിക്കുന്ന യുവതിയോട് രാഹുൽ വളരെ മോശമായി സംസാരിച്ചതും അസഭ്യം പറയുന്നതും പുറത്തുവന്ന ഫോൺ സംഭാഷണത്തിലുണ്ട്. യുവതിയെ കാണണം എന്ന് ഫോൺ കോളിൽ രാഹുൽ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ എന്തിനാണ് കാണുന്നത്, കൊല്ലാനാണോ എന്ന് യുവതി തിരിച്ചപ്പോൾ കൊല്ലാനാണെങ്കിൽ സെക്കൻഡുകൾ മതിയെന്നാണ് രാഹുൽ യുവതിയോട് പറയുന്നത്. യുവതിയെ ഗർഭചിത്രത്തിന് വേണ്ടി നിർബന്ധിക്കുന്നതിന്റെ കൂടുതൽ ഫോൺ സംഭാഷണം പുറത്തുവന്നതോടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി. പാലക്കാട്ടെ മഹിളാ മോർച്ച നേതാവായ അശ്വതി മണികണ്ഠനാണ് രാഹുലിനെതിരെ പരാതി നൽകിയത്. ദേശീയ, സംസ്ഥാന ബാലാവകാശ കമ്മീഷനുകൾ, ജില്ലാ വനിതാ സംരക്ഷണ കേന്ദ്രം എന്നിവിടങ്ങളിലാണ് പരാതി നൽകിയത്. പുറത്തുവന്ന സ്ക്രീൻഷോട്ടുകളും ഫോൺ സംഭാഷണങ്ങളും തെളിവായി കാണിച്ചുകൊണ്ടാണ് പരാതി. മാധ്യമങ്ങളെ ഇന്നലെ കാണുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും കൂടുതൽ വിശദീകരണത്തിനില്ലെന്ന് വ്യക്തമാക്കി അവസാന നിമിഷം വാർത്താ സമ്മേളനം റദ്ദാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. ആരോപണങ്ങൾക്ക് പിന്നാലെ MLA സ്ഥാനത്ത് നിന്നുള്ള രാജിസമ്മർദ്ദം രൂക്ഷമായതിനെ തുടർന്നായിരുന്നു വാർത്താ സമ്മേളനത്തിന് തീരുമാനം. പുതിയ ശബ്ദരേഖ പുറത്തുവന്നതിനു പിന്നാലെയാണ് രാജിസമ്മർദ്ദം രൂക്ഷമായത്. കൂടുതൽ വിശദീകരണം നൽകാനാണ് വാർത്താ സമ്മേളനം എന്നാണ് രാഹുൽ നേതൃത്വത്തെ അറിയിച്ചത്. രാഹുലിനെതിരെ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജില്ലാ സെക്രട്ടറിയുടെ ഓഡിയോ സന്ദേശം. തനിക്കറിയാവുന്ന 2 വനിതാ KSU പ്രവർത്തകർക്ക് രാഹുൽ മെസ്സേജ് അയച്ചുവെന്നും
അവർ പാർട്ടി പ്രവർത്തനം അവസാനിപ്പിച്ചു പോയെന്നും ജില്ലാ സെക്രട്ടറി പറയുന്നു. തെറ്റിനെ ന്യായീകരിക്കേണ്ട ആവശ്യമില്ല, ന്യായീകരിക്കാൻ നമുക്ക് സമയവുമില്ലെന്നും ജില്ലാ സെക്രട്ടറി ആഷിഖ് കരോട്ടിൽ വിമർശിച്ചു. MLAക്കെതിരെ വ്യാപകമായ ആരോപണങ്ങൾ ഉയരുമ്പോഴും സ്ഥാനം രാജിവെക്കില്ലെന്ന നിലപാടിലാണ് രാഹുൽ. രാഹുലിനെതിരെ ആരോപണവുമായി ആനി രാജ. ഡൽഹിയിലെ പഠനകാലത്തും രാഹുലിനെതിരെ പരാതികൾ ഉയർന്നിരുന്നു എന്നാണ് ആനി രാജ പ്രതികരിച്ചത്. പല പെൺകുട്ടികളെയും സമാനമായ രീതിയിൽ സമീപിച്ചിരുന്നുവെന്നും കോളേജുകളിലെയും സർവകലാശാലകളിലെയും ആക്ടിവിസ്റ്റുകളായ പെൺകുട്ടികളെ സമീപിക്കാൻ ശ്രമിച്ചുവെന്നും വേണ്ട മറുപടി യഥാസമയം കൊടുത്ത് തിരിച്ചയച്ചുവെന്നുമാണ് ആനി രാജ പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു. ഇത്തരം വിഷയങ്ങൾ കോൺഗ്രസിന്റെ DNA-യിലുള്ളതാണെന്നും ചോദിച്ചു. ശോഷനമല്ലാത്ത MLA വേണമെന്നത് പാലക്കാടിന്റെ അവകാശമാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചില്ലെങ്കിൽ BJP ചെയ്യേണ്ടത് ചെയ്യുമെന്നും രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. രാഹുൽ രാജിവെക്കണമെന്ന ആവശ്യത്തിലേക്ക് കേരളം ഒന്നാകെ എത്തിയിരിക്കുന്നു. പെരുമഴ പോലെയാണ് ആരോപണങ്ങൾ വരുന്നത്. ഇന്നല്ല നാളെ രാജിവെക്കേണ്ടി വരുമെന്നും ഗോവിന്ദൻ പറഞ്ഞു. രാജിയല്ലാതെ വേറെ വഴിയില്ലെന്നും ഷാഫി പറമ്പിൽ, VD സതീശൻ എന്നിവർക്കും ഇതിൽ പങ്കുണ്ടെന്നും ആരോപണങ്ങളല്ല തെളിവുകളാണ് പുറത്തുവന്നതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് പാലക്കാട്ടെ കോൺഗ്രസ് നേതാക്കളും രംഗത്തെത്തി. രാഹുൽ രാജിവെക്കണമെന്ന് DCC ജനറൽ സെക്രട്ടറി VK ശ്രീകൃഷ്ണൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രതികരിച്ചു. കോൺഗ്രസിന്റെ അന്തസ്സും അഭിമാനവും കാത്തുസൂക്ഷിക്കാൻ രാഹുൽ MLA സ്ഥാനം രാജിവെക്കണമെന്നാണ് VK ശ്രീകൃഷ്ണന്റെ അഭിപ്രായം. സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി അമീമിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. 45 വയസ്സുള്ള വയനാട് ബത്തേരി സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇയാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതോടെ കോഴിക്കോട് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 7ആയി. ഇടുക്കി ഇടമലക്കുടിയിൽ പനി ബാധിച്ച് 5 വയസ്സുകാരൻ മരിച്ചു. കൂടാലർകുടി സ്വദേശി മൂർത്തി ഉഷ ദമ്പതികളുടെ 5 വയസ്സുള്ള കുഞ്ഞ് കാർത്തിക്കാണ് മരിച്ചത്. അസുഖബാധിതനായ കുട്ടിയെ കിലോമീറ്ററുകൾ ചുമന്നാണ് മാങ്കുളത്തെ ആശുപത്രിയിൽ എത്തിച്ചത്. അവിടെ നിന്നും ആരോഗ്യസ്ഥിതി വഷളായതിനാൽ കുട്ടിയെ അടിമാലിയിലേക്ക് റെഫർ ചെയ്യുകയായിരുന്നു. അടിമാലി താലൂക്ക് ആശുപത്രിയിലെത്തും വരെ കുട്ടി മരണത്തിന്റെ കീഴടങ്ങി. കുഞ്ഞിന്റെ മൃതദേഹം തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോയതും കാട്ടിലൂടെ ആളുകൾ ചുമന്നാണ്. ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ വാർഷിക മസ്റ്ററിങ്ങിനുള്ള സമയപരിധി സെപ്റ്റംബർ 10 വരെ നീട്ടിയതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. ഞായറാഴ്ച അവസാനിക്കുന്ന സമയപരിധി നീട്ടി നൽകണമെന്ന ആവശ്യം പരിഗണിച്ചാണ് തീരുമാനം. സാമൂഹിക സുരക്ഷ, ക്ഷേമനിധി, പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സമയപരിധിക്കുള്ളിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിംഗ് നടത്താനാകും. ബിഗ് ബോസ് സീസൺ 6 ജേതാവ് ജിൻഡോയ്ക്കെതിരെ പാലാരിവട്ടം പോലീസ് എടുത്ത മോഷണ കേസിൽ അറസ്റ്റ് തടഞ്ഞു ഹൈക്കോടതി. ജിൻഡോയുടെ ഉടമസ്ഥതയിലുള്ള ജിൻഡോ ബോഡിക്രാഫ്റ്റ് എന്ന ജിംനേഷ്യത്തിൽ അതിക്രമിച്ചു കയറി 10,000 രൂപയും വിലപ്പെട്ട രേഖകളും മോഷ്ടിച്ചതാണ് നടത്തിപ്പുകാരിയുടെ പരാതി. നേരത്തെ ജിൻഡോയ്ക്കെതിരെ എടുത്ത ലൈംഗിക ആക്രമണ കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. തൈക്കാടുള്ള സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ കഴിഞ്ഞ 3 ദിവസമായി ശുദ്ധജലം മുടങ്ങി രോഗികൾ ദുരിതം അനുഭവിക്കുന്ന സംഭവത്തിൽ ഇടപെട്ട് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. തുടർച്ചയായി 3 ദിവസം ശുദ്ധജലം മുടങ്ങിയതിനെക്കുറിച്ച് ജല അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അന്വേഷണം നടത്തണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഉത്തരവിട്ടു. കുടിവെള്ള വിതരണം പഴയപടി പുനഃസ്ഥാപിക്കണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടു. സംസ്ഥാന സർവീസ് ജീവനക്കാർക്കും അധ്യാപകർക്കും 1 ഗഡു ക്ഷാമബത്ത അനുവദിച്ചു. സർവീസ് പെൻഷൻകാർക്കുള്ള ക്ഷാമാശ്വാസവും 1 ഗഡു അനുവദിച്ചതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. UGC, AICTE, മെഡിക്കൽ സർവീസസ് ഉൾപ്പെടെയുള്ളവർക്കും DA/DR വർധനവിന്റെ ആനുകൂല്യം ലഭിക്കും. സെപ്റ്റംബർ 1 ലഭിക്കുന്ന ശമ്പളത്തിനും പെൻഷനുമൊപ്പം പുതിയ ആനുകൂല്യം കിട്ടിത്തുടങ്ങും. ഗാസയിൽ 5 ലക്ഷം മനുഷ്യർ മരണത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് വലുത് ഒരു നേതാവിന്റെ രതി ദൗർബല്യങ്ങളാണെന്ന് എഴുത്തുകാരൻ M. മുകുന്ദൻ പറഞ്ഞു. കോഴിക്കോട് നടന്ന പുസ്തക പ്രകാശന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു. 100 കണക്കിന് കുഞ്ഞുങ്ങൾ പട്ടിണി മൂലം മരിച്ചു വീഴുന്നത് നമുക്ക് വിഷയമല്ല, നമുക്കാവശ്യം ചെറിയ ചെറിയ വിവാദങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു. CPM നേതാവ് P. സരിന്റെ ഫോട്ടോ എഡിറ്റ് ചെയ്ത് നടത്തുന്ന വ്യാജ പ്രചരണത്തിനെതിരെ ഡോക്ടർ സൗമ്യ സരിൻ. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ ആരോപണം ഉന്നയിച്ച നടി റിനി ആൻ ജോർജിനൊപ്പം സരിൻ നിൽക്കുന്നതായുള്ള ചിത്രമാണ് എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചത്. ഇത്രയും ക്വാളിറ്റി ഇല്ലാത്ത ഒരു തലവെട്ടിയൊട്ടിക്കൽ ഫോട്ടോ ഞാൻ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല എന്നാണ് സൗമ്യ സരിൻ കുറിച്ചത്. എറണാകുളം 3 കല്ലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സ്ത്രീയെ തിരിച്ചറിഞ്ഞു. മരിച്ചത് എറണാകുളം കുറുപ്പുംപടി സ്വദേശി ശാന്തയാണ്. തലയ്ക്ക് പിന്നിലേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ശാന്തയുടെ ഒരു സുഹൃത്തിനായി പോലീസ് അന്വേഷണം ഊർജിതകയ്ക്കെത്തി. മോഷണ ശ്രമത്തിന് ശേഷം കൊലപാതകമെന്ന നിഗമനത്തിലാണ് പോലീസ് എത്തിയിരിക്കുന്നത്.